എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന അതായത് ഫെബ്രുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചാരിയറ്റ് എനർജി, Ace of Swords, Temperance, Four of Wands, Six of Pentacles, Ten of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ചാരിയറ്റ് എനർജിയാണ്. ഈ ഒരു മാസം എന്ന് പറയുന്ന ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഫോക്കസിൽ തന്നെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ലക്ഷ്യം, ഒരുപക്ഷെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഇന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ആ ഒരു രീതിയിലല്ലാതെ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഇതല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ വഴിയിലേ അല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായിരിക്കുന്നു. അതായത് ഒരാൾ ഇതുവരെ ഇന്നൊരു ലക്ഷ്യത്തിൻ്റെ പുറകെ ആയിരുന്നു, അത് മാറി പുതിയൊരു ലക്ഷ്യം, ഇതാണ് നിങ്ങളുടെ വഴിയെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഈ ഒരു ലക്ഷ്യം ശരിക്കും ഇതായിരുന്നു നിങ്ങളുടെ വഴി എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായിട്ട് പല കാര്യങ്ങളും തീരുമാനിക്കാനും ഒത്തിരി ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. അവസരങ്ങൾ ഒത്തിരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതം ഒന്നും കൂടി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും ഒരു ഗ്രോത്തിനൊക്കെ ഉള്ളൊരു സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിൽ പലരും പല സ്വഭാവക്കാരായിരിക്കും. ഒരു വ്യക്തിയുടെ സ്വഭാവമായിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ സ്വഭാവം. രണ്ടുപേരും രണ്ട് തരത്തിലുള്ളൊരു സ്വഭാവമാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയും സ്വഭാവമൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടെൻഷൻ ആ വ്യക്തിക്ക് ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക. ആ വ്യക്തിയുടെ ചിന്താഗതി, രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതിയാണ് എങ്കിലും രണ്ടുപേരും അത് എൻ്റെ ചിന്ത മാത്രമാണ് ശരി എന്നുള്ളൊരിതിലേക്ക് പോകാതെ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്താണ് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങുന്നത് ഒരുമിച്ച് എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്ത ചിന്തകളിലുള്ള രണ്ടാളുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്തകളിലുള്ള കുറച്ച് അധികം ആളുകൾക്ക് താല്പര്യം, അതായത് ഒരേ ലെവലിൽ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതേപോലെ ഏസ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒരു വഴിത്തിരിവ് ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതും ഇത് സാധ്യമാകുന്നൊരു കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ ചിന്തകൾ അത് എങ്ങനെ പ്രാബല്യത്തിൽ വരുത്തണം എന്നുള്ളൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു ഹാബിറ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒത്തിരി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടം ലൈഫിൽ ഇനി എന്ത് അല്ലെങ്കിൽ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളും മറ്റും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എൻഡ് ചെയ്യുന്ന കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനിരിക്കുന്നവരെ സംബന്ധിച്ച് ഇനി എന്ത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കാരണം ചില ആളുകൾ പഠിക്കുന്നു, പക്ഷെ പഠിത്തം കഴിഞ്ഞൊരു ജോലിയിലേക്ക് കയറാനായിരിക്കില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ച് അതിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതിയാണ്. വിദ്യാർത്ഥികൾ
ആളുകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. അതിന് കോളേജ് വിദ്യാർത്ഥികളല്ല എങ്കിലും സ്കൂൾ കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇന്നൊരു കാര്യത്തിലേക്ക് ആണ് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു അക്കാഡമിക്സിലേക്ക് പോകുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആർട്സിലേക്ക് പോകുന്നതാണോ, സ്പോർട്സിലേക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വഴിത്തിരിവാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ടെമ്പറൻസ് എനർജിയാണ്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്ന ഒരു മനസ്സമാധാനവും സ്വസ്ഥതയൊക്കെ തരുന്നൊരു മാസമാണ് ഈ ഒരു മാസം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് കുറേ വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം അത് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാണ് ശരിയായിട്ട്, ഈ ഒരു രീതിയിലാണ് ഞാൻ ഇനി മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഇവിടെ അത് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ അന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയതായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ചില ആളുകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ, അപ്പോൾ ഈ പ്രായത്തിലാണ് ഇതുപോലെ വസ്ത്രം ധരിക്കുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ, ആയ പ്രായത്തിൽ ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ പഴികളോ കാര്യങ്ങളോ കേൾക്കാം. പക്ഷെ അതൊന്നും നിങ്ങളെ അല്ലെങ്കിൽ തളർത്തുന്ന രീതിയിലേക്ക് വരുന്നില്ല. കാരണം നിങ്ങൾ അത് ആസ്വദിക്കുന്നുണ്ട്. ഒരിക്കൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ആ നെഗറ്റീവ് പറയുന്ന ആളുകളെ കൂടാതെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കുക. കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളും കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങൾ വെറുതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് വീട്ടിലെ പണികൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നവരും ഉണ്ടാവും. ആരായാലും അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ലോകവും ഒക്കെ കാണാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെന്ന് പറയുന്ന ഒരാൾ ഒരു യൂസ്ലെസ് ആണെന്നുള്ളൊരു ചിന്ത അത് അടുത്തിടയ്ക്കായിട്ട് നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് പുറത്ത് കിടക്കുകയാണ്. നിങ്ങളുടെ ജീവിതം കൊണ്ടും എന്തൊക്കെയോ പ്രയോജനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയത്തിലേക്ക് വരുന്നു. ഓരോ ഫോൺസാണ്. അപ്പോൾ ജീവിതം ആസ്വദിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിനി ജോലി ചെയ്യുന്ന ഒരാൾ, വിദ്യാർത്ഥിയാണ്, പ്രായമായിട്ടുള്ള ഒരാൾ, വീട്ടമ്മയാണ്, ജോലി ചെയ്യുന്നില്ല, ഇതൊക്കെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഏത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം വരുന്നുണ്ട്. അതിപ്പോൾ ആസ്വാദനം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ഇഷ്ടപ്പെടുന്നു അത് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്നു, ഒരു 5 സ്റ്റാറിൽ താമസിക്കുന്നത്, അവിടെ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളെ കൊണ്ടത് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം പറ്റുന്നില്ല എന്നൊരു ചിന്തയാണെങ്കിൽ അതിൽ ഊന്നൽ കൊടുക്കാതെ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ പെട്ടെന്ന്, ഇപ്പോൾ ഇന്നോ നാളെയോ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്താണ്, അതേ കാര്യം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ സിമിലറായിട്ട് എന്താണ് എന്നുള്ളത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് വളരെയധികം സന്തോഷിച്ചില്ല ആഘോഷിച്ച് ജീവിക്കാനായിട്ട്, ആഹ്ലാദിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വീട് പണിയൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ച് ഫൈനലി വീട് പണിയൊക്കെ പൂർത്തിയാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീടെന്നുള്ളൊരു സത്യം ആക്കുന്നു, വീടെന്നുള്ളൊരു നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഏത് രീതിയിലാണോ ജീവിതത്തെ നോക്കിക്കാണുന്നത്, ആ ഒരു രീതിയിൽ ജീവിതത്തെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും തൃപ്തിയും തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട് പണി കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി സ്വന്തം വീട്ടിലേക്ക് കയറി താമസിക്കുന്ന ഒരവസരവും ഈ ഒരു ചില സാഹചര്യത്തിൽ കാണിക്കുന്നു. ഇപ്പോൾ ഈ വീട് പണി പൂർത്തിയാക്കാത്തത് ലോൺ കാര്യങ്ങളൊക്കെ ഇനിയും ആവശ്യമുള്ളവർക്കാണ് എങ്കിൽ ലോണിന് അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ 10 ഓഫ് സോഴ്സ് എനർജി കണക്ഷൻസ് ആണ്. ഹോം സിക്നെസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും മാറി പോകുന്നതായിരിക്കും, വീട് മാറി മറ്റൊരിടത്തേക്ക് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ദൂരെ പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് അകന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്. അത് ആ ഒരു രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് പോകുന്നു മറ്റൊരിടത്ത്, അവിടെ നിങ്ങൾക്ക് നല്ല നല്ല സുഹൃത്തുക്കൾ, നല്ല നല്ല ബന്ധങ്ങൾ, നിങ്ങൾ എവിടെ പോയാലും നല്ല സന്തോഷമുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റും കാണുന്നുണ്ട്.
ഇതൊക്കെ നിങ്ങൾക്ക് തൃപ്തിയും സന്തോഷവും തരുന്ന കാര്യമായിട്ടാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ലൈഫ് പർപ്പസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.